കിട്ടിയിരിക്കുന്ന കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഇനി അങ്ങോട്ട് അവർ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ സഭയുടെ തലപ്പത്ത് ചില മേലധ്യക്ഷന്മാരെങ്കിലും ഇതെല്ലാം തീർന്നു, BJP ആണ് ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചത് എന്ന് പറഞ്ഞ് ഒരു നന്ദി പ്രകടനം വരെ, ഉപകാര സ്മരണ വരെ ഇന്നിപ്പോ നടത്തിയിരിക്കുന്നത്. അതിനൊക്കെയുള്ള സമയമായോ? കർശനമായി ശക്തമായ പ്രതികരണം നടത്തണ്ടേ ഇതിനൊക്കെ? തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മൾ ആശ്വസിക്കാവുന്ന യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? നിരപരാധികളായ 2 കന്യാസ്ത്രീകൾ വെറുതെ ഒരു കാരണവുമില്ലാതെ 9 ദിവസം ജയിലിൽ കഴിയേണ്ടി വരിക. ജയിലിൽ കഴിഞ്ഞ ശേഷം ഉപാധികളോട് ജാമ്യം നൽകുക. ആ ഉപാധികൾ അനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. NIA കോടതിയിൽ അവർ 2 ആഴ്ചകൾ കൂടുമ്പോൾ വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകേണ്ടി വരിക. രാജ്യദ്രോഹ കുറ്റത്തിനാണ് അവർ ഇപ്പോഴും സംശയത്തിന്റെ മുകളിൽ നിൽക്കുക. അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. അവർ കൊണ്ടുപോയി എന്ന് പറയുന്ന കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് 18 വയസ്സായി എന്ന് പറയുന്നു, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് പറയുന്നു, ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് പറയുന്നു. ഇവർ പറയുന്ന ഒരു അലിഗേഷൻ നിലനിൽക്കുന്നതല്ല. എന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടതും കേസെടുക്കാൻ നിർബന്ധിച്ചതും ഈ പോലീസിംഗ് നടത്തിയതും വിചാരണ നടത്തിയതും ബജരംഗ് ദളാണെന്ന് പറയുമ്പോൾ ഇവിടെ BJP സഹയാത്രികൻ പറയുന്നത് അത് അവിടുത്തെ രീതി അനുസരിച്ച് അവിടുത്തെ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ടാവാം, അതിനൊന്നും പറയാനില്ല, അവിടുത്തെ സാഹചര്യമാണ്. ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് ഇനി 18 വയസ്സായ പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്ഥലത്ത് നിന്ന്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ അവിടെ ഡോക്യുമെന്റേഷൻ നടത്തണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാർ ഇന്നലെ രാത്രി വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ജാമ്യം ലഭിച്ചപ്പോൾ അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചു, മോദി പറഞ്ഞ വാക്ക് പാലിച്ചു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറയുന്ന ഒരു നിലപാട് എടുത്തതിന് ഞങ്ങൾ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മെത്രാന്മാരുടെ അടുത്ത് ഇവ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ കാര്യങ്ങൾ ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ കന്യാസ്ത്രീകൾ നിരപരാധികളായി അവരുടെ കേസുകൾ പിൻവലിക്കപ്പെട്ട് അവർ പൂർണ്ണമായും പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ, അതായത് കഴിഞ്ഞ 2013 100ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ അതിന്റെ 8 ഇരട്ടി കേസുകൾ 2024 ആവുമ്പോൾ 800 ചില്ലാനും കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരക്കണക്കിന് കേസുകൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുകയാണ്. ഇവിടെ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ധരിക്കണം, എവിടെ പോകണം, ആരുടെ കൂടെ ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാൻ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരുന്ന സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ആശ്വസിക്കാൻ വകയായി വാക്ക് പാലിച്ചു എന്ന് പറയാൻ സഭാ നേതൃത്വത്തിന് കഴിയുക എന്നെനിക്ക് മനസ്സിലാവില്ല. ചില അലിഗേഷന്റെ പുറത്ത് നിൽക്കുന്ന, സംശയത്തിന് നിലനിൽക്കുന്ന ചില സഭാ നേതാക്കന്മാരെ ചില ഹിഡൻ അജണ്ടകൾ വഴി, ചില ഭീഷണിപ്പെടുത്തലുകൾ വഴി, ചില ദേശീയ അന്വേഷണ ഏജൻസികളുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില ഒത്തുതീർപ്പ്, ഒരു ധാരണകളുടെ പുറത്ത് നടത്തുന്ന ഇത്തരം അഭിനയങ്ങളും ഇത്തരം സമവായങ്ങളും ഇത്തരം പ്രസ്താവനകളും അംഗീകരിച്ചു കൊടുക്കാൻ ക്രൈസ്തവ വിശ്വാസ സമൂഹം തയ്യാറല്ല. ഞങ്ങൾ ഇതിനൊരു കൃത്യമായ നിലപാടുമായി നാളെയും ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്. എറണാകുളത്തെ പ്രതിഷേധം ഞങ്ങൾ തുടരുക തന്നെയാണ്. നാളെ ആലുവയിൽ ശക്തമായ പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ ഈ സംഘപരിവാർ സംഘടനകളോടും ഇവിടത്തെ സഭാ മേലധ്യക്ഷം കാണിക്കുന്ന നയങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഭരണകൂടം ഈ തീവ്രവാദ സംഘപരിവാർ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ, അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന രീതികൾ, ഇത് അവസാനിപ്പിക്കാതെ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഒരു വെള്ളം ചേർക്കാനും തയ്യാറല്ല. ആശ്വസിക്കാൻ സമയമായിട്ടില്ല. 2 കാര്യങ്ങൾ എനിക്ക് താങ്കളുടെ മുമ്പാകെ വെക്കാനുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ